നമസ്തേ. നമ്മുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടെൻഷനെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ചാനലിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളിലാണെങ്കിലും മുൻപുള്ള പല വീഡിയോസിലാണെങ്കിലും ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും ഏതൊക്കെ വഴികളിലൂടെ കടന്നു പോയാലും വീണ്ടും പഴയ ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? നമ്മളിപ്പോൾ തടി കുറയ്ക്കാൻ വേണ്ടി ഫോളോ ചെയ്യുന്ന പല കാര്യങ്ങൾ ചെയ്യുന്നു. ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, എൻ്റെ വെയിറ്റ് ഒരു നിശ്ചിത പരിധിക്ക് അപ്പുറം പോയിട്ട് സ്റ്റക്കായി നിൽക്കുന്നു, അല്ലെങ്കിൽ എത്ര കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്ന്. പക്ഷേ അവരുടെയൊക്കെ രീതിയിൽ പല മാറ്റങ്ങളും വരുത്തിയപ്പം, അല്ലെങ്കിൽ ആ റൊട്ടീനിലൊരു രീതിയിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയപ്പം നമുക്ക് അത്രയും നാളും കിട്ടാത്ത കുറേ മാറ്റങ്ങൾ അല്ലെങ്കിൽ റിസൾട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? അതേ കാര്യം തന്നെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ നിലവിൽ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആ കടന്നു പോകുന്ന രീതിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഈ ടെൻഷൻ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന കാര്യം മനസ്സിന് സുഖമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു ദിവസം കൊണ്ട് വന്നൊരു കാര്യമല്ല, അല്ലേ? അതൊരു കാലയളവ് കൊണ്ട് വന്നതാണ്. പല കാര്യങ്ങളിലൂടെയും പല അനുഭവങ്ങളിലൂടെയും കടന്നു പോയതിൻ്റെ ബാക്കി പത്രമാണ് ഈ നിൽക്കുന്ന ടെൻഷനും നമ്മുടെ ഓവർ തിങ്കിങ്ങും ഒക്കെ. അപ്പോൾ ഇതൊരു ദിവസം കൊണ്ട് പോകണം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് ഇതെല്ലാം മാറി എനിക്കിതൊന്നും ഇല്ലാത്തൊരാളായി മാറണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമുക്ക് അതിനും വേണം ഒരു സമയം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സിനും നമ്മളൊരു സമയം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേതിനൊരു സമയം നമ്മൾ കൊടുത്തതുകൊണ്ടാണ് അത് കയറി വന്ന് നമ്മുടെ മാനസികാവസ്ഥ ഈ ഒരു അവസ്ഥയിലെത്തിയത്. അപ്പോൾ രണ്ടാമത്തെ കേസിൽ നമുക്കതിനെ റിമൂവ് ചെയ്യണമെങ്കിലും ഇതേപോലെ അതിനൊരു സമയം വേണം. വെറുതെ സമയം മതിയോ? അതും പോരാ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, കുറച്ച് രീതികളിലേക്ക് നമ്മൾ മാറണം. ആ രീതികൾ തുടർച്ചയായിട്ട് കുറച്ച് നാളുകൾ നമ്മൾ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് നിലവിലുള്ള ഈ ഒരു അവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുക. അത് സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ്, അല്ലേ? അപ്പോൾ എല്ലാ ചുറ്റിലും കാണുന്ന ഈ പ്രകൃതിയിൽ കാണുന്നതായിട്ട് നമുക്ക് നമ്മളുടെ ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങൾക്കും ഒരു നിശ്ചിത സമയം കൊണ്ടാണ് ഒരു മാറ്റം വരുന്നത്. പെട്ടെന്നുണ്ടാകുന്ന മാറ്റമല്ല. പെട്ടെന്നൊരു മാറ്റം ഉണ്ടായാൽ അതിന് നിലനിൽപ്പ് കുറവുമാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വീഡിയോയിലൂടെയും ക്ലാസ്സുകളിലൂടെയൊക്കെ നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. പ്രാണായാമത്തിൻ്റെ ബേസിലാണെങ്കിലും മെഡിറ്റേഷൻ്റെ ബേസിലാണെങ്കിലും യോഗ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഫിറ്റ്നസ് പരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും മെൻ്റലി പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടി ഒരാൾക്ക് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും ഒരു ദിവസത്തിൽ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ. അതായത് ബേസിക്കലി നമ്മളൊരു ആക്ടിവിറ്റിയിലേക്ക് തിരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ശീലങ്ങളും രീതികളും ഉണ്ട്, അല്ലേ? നമ്മളിരുന്ന് ചിന്തിക്കുന്ന അവസ്ഥ അമിതമായിട്ടുള്ളല്ലേ. നമ്മുടെയൊക്കെ സ്ക്രീൻ ടൈം നോക്കിയിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ യൂസിങ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് വരിക. മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുക. രാത്രി നമ്മൾ നേരത്തെ കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പതുക്കെ എത്തിക്കുക. നേരത്തെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാം. വൈകുന്നേരത്തെ ഫുഡ് നേരത്തെ കഴിക്കാം. ഒരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാത്ത ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ള യൂത്ത് ആണെങ്കിൽ പോലും കൂടുതൽ ആളുകളും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റായ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെയാണ് വന്നത്. നമ്മുടെ ഫിസിക്കലി നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും പ്രകൃതിപരമായിട്ടൊരു സൈക്കിളുണ്ട്. നമ്മൾ അതിനെ ഫോളോ ചെയ്യാതെ നമ്മൾ ഇപ്പോഴുള്ള പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കുകയും അതിനെ പുതിയ രീതികൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് ഗുണങ്ങളില്ലെന്നല്ല പറയുന്നത്, ആ ഗുണങ്ങളുടെ കൂടെ ഇതുപോലുള്ള കുറേ ദോഷങ്ങൾ വന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് മാറ്റിയെടുക്കാം, എങ്ങനെ ഓവർകം ചെയ്യാം, അതിനാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ചിട്ട വരുത്തുക എന്നുള്ളത്. അതായത് മാനസികവും ശാരീരികപരമായിട്ട് നമ്മളുടെ അച്ചടക്കമുള്ള ആളായി മാറുക. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക, കൃത്യമായിട്ടൊരു പ്രോപ്പറായിട്ടൊരു ഉറക്കം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്താലും ഉറക്കത്തിന് പകരമായിട്ട് ഒന്നും ലഭ്യമല്ല. കാരണം ഉറക്കം തരുന്നൊരു വിശ്രമം അല്ലെങ്കിൽ അത് തരുന്നൊരു ഉയർച്ച അത് വേറൊരു കാര്യം തന്നെയാണ്, അല്ലേ? അപ്പോൾ ഉറക്കത്തിന് നമ്മളൊരു വാല്യൂ കൊടുക്കുക. ഉറക്കം കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ തൊട്ട് മുൻപ് കിടക്കുന്ന സമയം മാറ്റുക. അപ്പോൾ കിടക്കുന്ന സമയം മാറ്റണമെങ്കിൽ നേരത്തെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമ്മൾ പഞ്ചലായിട്ട് ബാക്കിയുള്ള ഡേ ടൈമിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു കാര്യം ഒന്നൊന്നിനോട് കണക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യത്തിന് ഇപ്പോൾ ഉറക്കം കിട്ടുന്നില്ല, ശരി, ഉറക്കം കിട്ടണമെങ്കിൽ ഞാൻ ഉറക്കത്തിന് മാത്രം ഫോക്കസ് ചെയ്താൽ മതിയോ? പോരാ. അപ്പോൾ അവിടെ നമുക്ക് ഭക്ഷണം ശ്രദ്ധിക്കണം. രാത്രി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏതാണെന്ന് നോക്കണം, ആ സമയം നോക്കണം. എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് നമ്മുടെ മനസ്സിന് സുഖം തരുന്ന പല കാര്യങ്ങളും ഉണ്ടാവും, അല്ലേ? നമുക്കിപ്പോൾ ടെൻഷനും ഓവർ തിങ്കൊക്കെ ആകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളെ ആശ്രയിക്കും. ലഹരിപരമായിട്ടുള്ള കാര്യങ്ങൾ ആശ്രയിക്കും. അതേപോലെ മൊബൈൽ ഫോൺ പോലുള്ള കാര്യങ്ങൾ ആശ്രയിക്കും. പിന്നീട് അതൊരു അഡിക്ഷനായിട്ട് മാറും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ അതും നമുക്ക് വെറുതെ നടക്കുന്ന ഒരു കാര്യമല്ല. അതിന് നമുക്കൊരു വിൽ പവർ വേണം കൺട്രോൾ ചെയ്യാൻ. ചില ആളുകൾ പല കാര്യങ്ങളോടും അഡിക്ഷൻ വരാറുണ്ട്, അല്ലെങ്കിൽ അഡിക്റ്റായി പോകാറുണ്ട്. പെട്ടെന്നൊരു ദിവസം വന്നതുകൊണ്ടോ ആരെങ്കിലും ഒരാൾ ഉദ്ദേശിച്ചത് കൊണ്ടോ ഈ കാര്യം മാറാൻ പോകുന്നില്ല. അത് അവനവൻ തന്നെ വിചാരിക്കണം. അവനവൻ വിചാരിച്ച് അത് നടപ്പിലാക്കണമെങ്കിൽ നമുക്കൊരു വിൽ പവർ വേണം. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് നിങ്ങളെ സഹായിക്കും പ്രാണായാമം, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ.
നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ പതുക്കെ പതുക്കെ ഒരു അച്ചടക്കം കൊണ്ടുവന്നിട്ട് പതുക്കെ നമ്മൾ മെഡിറ്റേഷൻ, പ്രാണായാമം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക. അതായത് നമുക്ക് നിലവിലുള്ള പല ശീലങ്ങളും കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ആ സ്പേസിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണ്ടി വരും അല്ലേ? കാരണം ആ സ്പേസ് അവിടെ വെറുതെ കിടന്നാൽ വീണ്ടും നമ്മൾ അതിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ദിവസത്തെ ഒരു സമയം ഇങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റിയൊക്കെ മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ആ ടൈം ഒന്ന് ഫില്ലായി പുതിയൊരു കാര്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുമ്പോഴൊരു പ്രശ്നം, അടുത്തൊരു വെല്ലുവിളിയാണ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞൊരു കാര്യം. എല്ലാ ദിവസവും നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല. അത് ഒരാളുടെയും കുറ്റമല്ല, മനസ്സിൻ്റെ ഒരു സ്വഭാവം തന്നെയാണത്. പുതിയൊരു കാര്യം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും അത് തുടക്കത്തിൽ ഫോളോ ചെയ്യാൻ പറ്റില്ല. ക്രമേണ നമ്മൾ ചെയ്താണ് പിന്നെ നമ്മൾ അതിലേക്കൊരു അഡിക്ഷൻ വരുന്നത് അല്ലേ? ഇപ്പോൾ ഒരു ലഹരിയുടെ കേസ് നോക്കുകയാണെങ്കിലും ഉപയോഗിച്ച് തുടങ്ങുന്ന കാലയളവിൽ എല്ലാ ദിവസവും നമ്മളത് ഉപയോഗിക്കില്ല. ഉപയോഗിച്ച് അത് പതുക്കെ യൂസ്ഡ് ആയിട്ട് വരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ്, അതിൻ്റെ രീതി പിടിക്കുമ്പോൾ അതിനിഷ്ടപ്പെടുന്ന മനസ്സത് ഏറ്റെടുക്കുന്നു. അതുപോലെയാണ് നല്ല കാര്യത്തിൻ്റെ അവസ്ഥ. നമ്മളതിന് എന്ത് കൊടുക്കുന്നു, സ്ഥിരമായിട്ട് എന്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ എന്ത് കൊടുക്കാൻ ശ്രമിക്കുന്നു, അത് മനസ്സ് ഏറ്റെടുക്കും. അതിനോട് നമുക്കൊരു ഇഷ്ടം വരാൻ തുടങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം എല്ലാ ദിവസവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം തെറ്റായൊരവസ്ഥയിലേക്ക്, തെറ്റായൊരു ചിട്ടയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. അതൊരു വലിയ ഫാക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് മുൻപുള്ള പല വീഡിയോസിലും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുള്ളതും ചെയ്ത് കാണിച്ചിട്ടുള്ളതും. അപ്പോൾ ഇതൊക്കെ നമുക്കെല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും പഠിക്കാം, പ്രവർത്തിക്കാം, ചെയ്യാം എന്നുള്ള ഒരു കാറ്റഗറിക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ചെയ്യാം. ഇപ്പോൾ ഒരു കാര്യം ചെയ്തു തുടങ്ങുന്നതിന് മുൻപേ അതിൻ്റെ തെറ്റും ശരിയും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അതായത് തെറ്റ് ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം, ഇപ്പോൾ ഒരു യോഗ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ശരി, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വഴിയിലൂടെ സ്റ്റാർട്ട് ചെയ്യുക. ഫീസ് കൊടുക്കാൻ ക്യാഷ് ഇല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ നോക്കി പതുക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ചെയ്തു തുടങ്ങുക. അപ്പോൾ നമുക്ക് ഡൗട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനുള്ളൊരു ഉത്തരം കണ്ടെത്താൻ പറ്റുകയും ചെയ്യും. കാരണം നമുക്കൊരു അന്വേഷണോത്തരം അവിടെ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് വെറുതെ നിന്നുകൊണ്ട് ഒരു കാര്യവും കിട്ടാനോ അല്ലെങ്കിൽ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനോ സാധിക്കില്ല. നമ്മൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഓവർ തിങ്കിങ് എന്ന് പറയുന്നു, ടെൻഷൻ എന്ന് പറയുന്നു. ഒരു കാലത്ത് ഈ ടെൻഷൻ എടുപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വലിയൊരു എനർജി നമ്മൾ മാറ്റി വെച്ചത് കൊണ്ടാണ് ഇപ്പം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് മാറിയത് അല്ലേ? ഈ ചിന്തിച്ചിരിക്കാനും അല്ലെങ്കിൽ അതിനോട് വന്നൊരു താല്പര്യം, അതിലേക്ക് കുറേ എനർജി അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് അത് നമ്മുടെ കൂടെ അങ്ങോട്ട് പറ്റിച്ചേർന്നത്. എന്ന് പറഞ്ഞ പോലെ എന്തൊരു കാര്യം നമുക്ക് സ്വായത്തമാക്കാൻ അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ, ലൈഫിൻ്റെ ഭാഗമാക്കണമെങ്കിലും അതിലേക്ക് നമ്മളൊരു എനർജി കൊടുക്കണം. പൈസയ്ക്കല്ല അവിടെ പ്രാധാന്യം, ആ ഒരു എനർജിക്കാണ്, നമ്മളൊരു എഫേർട്ടിനാണ്. അതവിടെ കൊടുക്കുക. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യണം, യോഗ ചെയ്യണം. അപ്പോൾ രാവിലെ എഴുന്നേൽക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്കവിടെ വേണം, അല്ലെങ്കിൽ എഴുന്നേറ്റ് ചെയ്യണം. അങ്ങോട്ട് നമ്മളൊരു എഫേർട്ട് കൊടുത്തു, അപ്പോൾ ഇങ്ങോട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടി. കണ്ടില്ലേ? കൃത്യമസമയത്ത് ഭക്ഷണം കഴിക്കണം, ഒരു എഫേർട്ട് എടുക്കണം, ആ സമയത്ത് എനിക്ക് ഭക്ഷണം കഴിക്കണം, കണ്ടോ? അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റി. ഫാറ്റ് ലോസ് നമുക്ക് നടത്തണം, അതിനുവേണ്ടി എന്തൊക്കെ റിസ്ക് എടുക്കണം? പഞ്ച്വാലിറ്റി വേണം, കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യണം, ഡയറ്റ് നോക്കണം. ഒരു എഫേർട്ട് അങ്ങോട്ട് കൊടുത്തപ്പോഴാണ് റിസൾട്ട് കിട്ടുന്നത്. ആർക്കും വെറുതെ നിന്നിട്ട് ഇന്നേ വരെ ഒരു കാര്യവും കിട്ടിയിട്ടില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ചെറിയ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുക. ഫസ്റ്റ് അത് പെട്ടെന്ന് 1-2 ദിവസം കൊണ്ടല്ല, കുറച്ച് ഒരു 1-2 ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മാനസികാവസ്ഥ, സ്വഭാവത്തിൻ്റെ രീതിയൊക്കെ അനുസരിച്ച് ഒരു മാസം കൊണ്ടായിക്കോട്ടെ, സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ആ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ശ്രമം കൊടുത്തുകൊണ്ടിരിക്കുക. നേരത്തെ ഉറങ്ങുന്നതിന്, കഴിക്കുന്നതിന്, രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതിന്, വ്യായാമം ചെയ്യുന്നതിന്, ഇതിനൊക്കെ ഒരു എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾ അധികമായിട്ട് ചിന്തിച്ചിരിക്കുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളൊരു ബോധത്തിലേക്ക് വരിക, നിങ്ങളുടെ ശ്രദ്ധ മാറ്റുക എന്നുള്ളതാണ്. അതായത് മൈൻഡിനെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യുക അടുത്ത ഒരു കാര്യത്തിലേക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് വെറുതെ യാത്ര ചെയ്യാൻ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ പോയിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടാവും, ഏതെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ തിരിക്കുക, പെട്ടെന്ന് തന്നെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുക. ഈ ശ്രമം കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് പതുക്കെ വർക്കൗട്ടായി തുടങ്ങും. അല്ലാതെ നമ്മളൊരു ചിന്ത കയറി വരുമ്പോൾ അതിനെ ചിന്തിച്ച് ആലോചിച്ചിരുന്ന് അതിനെ ഡെവലപ്പ് ചെയ്ത് പിന്നെ അതിൻ്റെ കൂടെ ഒരു 100 ചിന്ത വന്നു, ആ ഒരു അവസ്ഥയാണ് എപ്പോഴും നമ്മൾ കുടുങ്ങിപ്പോകുന്ന കാര്യം. അപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ പുറകെ നമ്മളെ അത് വേട്ടയാടുന്നത് പോലെ നമുക്ക് തോന്നും, ഫീൽ ചെയ്യും. നിങ്ങൾ ശ്രദ്ധ തിരിച്ച് ശീലിപ്പിക്കുക. ക്രമേണ ഇതേപോലുള്ള പതുക്കെയുള്ള പുതിയ ശീലങ്ങളിലേക്ക് വരിക. അതിനുശേഷം മാറ്റം വരുന്നതിന് മുറയ്ക്ക് നമുക്ക് പതുക്കെ പുതിയ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഫേസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് കൊണ്ട് ടെൻഷൻ അടിച്ച് ബുദ്ധിമുട്ടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞു പോയത്, അതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിട്ടും ഉണ്ടാവും. ഇങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ ക്ഷമയോടെ ഇരുന്നിട്ട് ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു പാർട്ടായിട്ട് പറയാനുള്ളത്. ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പർ വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ഡേ വീണ്ടും കാണാം.